എജുബ്ലിറ്റ്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള നമ്മുടെ മാത്തമാറ്റിക്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കുറച്ച് PYQs നോക്കാം. അത് ഇവിടുത്തെ ഏതൊക്കെ ഫീൽഡിൽ നിന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്, നമുക്ക് പെട്ടെന്ന് എങ്ങനെ ഇത് ആൻസർ ചെയ്യുക എന്നുള്ള ജസ്റ്റ് ഒരു ഐഡിയക്ക് വേണ്ടി നമുക്ക് PYQs ചെയ്യാം. ഓക്കെ, അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 1 മുതൽ തുടർച്ചയായ 15 ഒറ്റസംഖ്യകളുടെ ശരാശരി എത്ര? അല്ലേ, സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ആവറേജ് എന്നുള്ള ടോപ്പിക്കിൽ നിന്നാണ് വന്നിട്ടുള്ളത് അല്ലേ. അപ്പം 1 മുതൽ തുടർച്ചയായ 15 ഒറ്റസംഖ്യകളുടെ, അതായത് ഓഡ് നമ്പേഴ്സിൻ്റെ, വാട്ട് ഈസ് ദ ആവറേജ് ഓഫ് 50 കണ്ടിന്യൂസ് ഓഡ് നമ്പേഴ്സ് അല്ലെങ്കിൽ കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് സ്റ്റാർട്ടിങ് ഫ്രം 1? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പം നമ്മൾ ഇതിന് ആൻസർ ചെയ്യൽ എങ്ങനെയാണ്? നമുക്കറിയാം ആവറേജ്, ജസ്റ്റ് നമുക്ക് ആവറേജ് കാണാനുള്ള ഇക്വേഷൻ അറിയാം അല്ലേ. ആവറേജ് എങ്ങനെയൊക്കെ അറിയാം? ടോട്ടൽ സം ഓഫ് ദ നമ്പർ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റം അല്ലേ. അപ്പോൾ ഇവിടെ n. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് നമുക്കറിയാം നമുക്ക് ഒരു കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള നമ്മുടെ ഓഡ് നമ്പേഴ്സിൻ്റെ അല്ലേ, ഓഡ് നമ്പേഴ്സ് അല്ലേ ചോദിച്ചാൽ, ഓഡ് നമ്പേഴ്സിൻ്റെ സം എന്ന് പറഞ്ഞാൽ എത്രയാണ്? n² ആണ് അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. n² ആണ്. അപ്പോൾ n²/n. അപ്പം ഒരു n കട്ട് ചെയ്തു, ബാക്കി n വരും അല്ലേ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ n എത്രയാണ്? 15 ആണ് അല്ലേ. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? n = 15. ഓക്കെ, അപ്പം നമുക്ക് ഈ ക്വസ്റ്റ്യൻ വന്നാൽ നമ്മളിങ്ങനെ സം ഓഫ് ദ നമ്പർ ഡിവൈഡഡ് ബൈ n = n²n അങ്ങനെ ഇങ്ങനെ എഴുതി വലിച്ചു നീട്ടി കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ഓർത്ത് വെക്കുക. എന്താണ്? 1 മുതൽ, അതായത് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഒറ്റ നമ്പേഴ്സ്, അതായത് അടുത്തടുത്തിട്ടുള്ള ഒരു n വരെയുള്ള ഒറ്റ സംഖ്യകളുടെ ആവറേജ് എന്ന് പറയുന്നത് ആ സംഖ്യ തന്നെ ആയിരിക്കും അല്ലേ. ഇവിടെ അതായത് ഇവിടെ 15 ഒറ്റസംഖ്യകളാണ് അല്ലേ, ഓഡ് നമ്പേഴ്സ് ആണ് അല്ലേ, ഓഡ് നമ്പേഴ്സ്. അപ്പം അതിൻ്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ = 50 തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി 20 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് അല്ലെങ്കിൽ 20 അടുത്തടുത്ത ഓഡ് നമ്പേഴ്സിൻ്റെ ആവറേജ് എത്ര ചോദിച്ചാൽ 20 ആണ് ആൻസർ. ഇനി ഒരു 1000 അടുത്തടുത്തുള്ള നമ്മുടെ ഓഡ് നമ്പേഴ്സിൻ്റെ അല്ലെങ്കിൽ ഒറ്റസംഖ്യയുടെ സം എത്ര, ആവറേജ് എത്ര അല്ലെങ്കിൽ ശരാശരി എത്ര ചോദിച്ചാൽ എത്രയാണ്? 1000. അപ്പോൾ ആ നമ്പർ തന്നെയായിരിക്കും അവിടെ ആൻസറായിട്ട് വരുന്നുണ്ടാവുക കേട്ടോ. അപ്പം ഈ കാര്യം ഒന്ന് ഓർത്ത് വെക്കുക അല്ലേ. എന്താണ് കളറിൽ എന്താ ഇവിടെ ഓർത്ത് വെക്കാനുള്ളത്? ആവറേജ് അല്ലേ, ആവറേജ് ഓഫ് n കോൺസിക്യൂട്ടീവ് അല്ലെങ്കിൽ n കണ്ടിന്യൂസ് ഓഡ് നമ്പേഴ്സ് = എത്രയാണ്? = n. ഓക്കെ, ഇതൊരു ബോക്സിലാക്കി മാർക്ക് ചെയ്ത് വെക്കുക. അപ്പം ഡയറക്റ്റ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, സിമ്പിളാണല്ലോ അല്ലേ. അപ്പം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പം ഇവിടെ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കൊരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട് അല്ലേ. ABC എന്ന് പറഞ്ഞൊരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ? ചിത്രത്തിൽ BC = 5 സെൻറ്റിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്, B മുതൽ C വരെ അല്ലേ, അതായത് 5 സെൻറ്റിമീറ്റർ. AC എന്ന ലെങ്ത് എത്രയാണ്? 30 ആണ് അല്ലേ, 30 സെൻറ്റിമീറ്റർ. ആൻഡ് ആംഗിൾ B അല്ലെങ്കിൽ കോൺ B എന്താണ്? 90 ഡിഗ്രി ആണ് അല്ലേ. then എന്താണ് ക്വസ്റ്റ്യൻ? എങ്കിൽ ട്രയാങ്കിൾ ABCയുടെ പരപ്പളവ് എത്ര എന്നാണ് ചോദിച്ചത്. ഓക്കെ, ഇതും സിമ്പിളാണ്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുക. ഇപ്പം ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇൻ ദ ഫിഗർ BC = 5 സെൻറ്റിമീറ്റർ, AC = 30 സെൻറ്റിമീറ്റർ ആൻഡ് ആംഗിൾ B = 90 ഡിഗ്രി. then the area of ABC is ഓപ്ഷൻ A 50 സ്ക്വയർ സെൻറ്റിമീറ്റർ, ഓപ്ഷൻ B 30 സ്ക്വയർ സെൻറ്റിമീറ്റർ, ഓപ്ഷൻ C 60 സ്ക്വയർ സെൻറ്റിമീറ്റർ, ഓപ്ഷൻ D 65 സ്ക്വയർ സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ നമുക്ക് അതിന് ആൻസർ ചെയ്ത് നോക്കാം എങ്ങനെയാണ്. ഇതിപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം നമുക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇതിന് ആൻസർ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പം നമുക്കൊരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട് അല്ലേ, ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ഏതാണ് ട്രയാങ്കിളിൻ്റെ പേരെന്താണ്? ABC ആണ് അല്ലേ. ഇനി നമുക്ക് 2 ലെങ്ത്ത് തന്നിട്ടുണ്ട് അല്ലേ. എന്താണ് 2 ലെങ്ത്ത്? ഓക്കെ, ഇത് 5 സെൻറ്റിമീറ്റർ ആണ്. AB എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ആണ്, BC എന്ന് പറയുന്നത് 30 സെൻറ്റിമീറ്റർ ആണ്. CM സെൻറ്റിമീറ്ററിലല്ലേ തന്നിട്ടുള്ളത്.
യെസ്, സെൻറ്റിമീറ്റർ ആണ്. ആൻഡ് ആംഗിൾ ബി നമ്മൾ മാർക്ക് ചെയ്ത് BC, നമ്മുടെ ട്രയാങ്കിൾ ഇവിടെ നിന്ന് കേട്ടോ, ABC ഇങ്ങനെയാണ് കേട്ടോ. അപ്പം ആംഗിൾ B 90 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പം തന്നെ നമുക്കറിയാം 90 ഡിഗ്രിയാണ് ഒരു ആംഗിൾ എങ്കിൽ ഇത് എന്ത് ത്രികോണമാണ്? മട്ടത്രികോണാണ് അല്ലേ. അത് ഒരു മട്ടത്രികോണാണ്. അപ്പോൾ മട്ടത്രികോണത്തിൻ്റെ പ്രത്യേകതയുണ്ട് അല്ലേ. എന്താണ് പ്രത്യേകത? എന്താ മട്ടത്രികോണത്തിൻ്റെ പ്രത്യേകത? നമുക്കറിയാം ഈ അല്ലേ, അതായത് ഈ കർണം, ഈ 30 സെൻറ്റിമീറ്റർ എന്ന് മാർക്ക് ചെയ്തത് എന്താണ്? ഇതിൻ്റെ കർണമാണ് അല്ലേ, അല്ലെങ്കിൽ ഹൈപ്പർട്യൂനിയസ് അല്ലേ. കർണം അല്ലെങ്കിൽ ഹൈപ്പർട്യൂനിയസ് അല്ലേ, കർണമാണ്. ആൻഡ് ഇതെന്താണ്? ഈ താഴെ മാർക്ക് ചെയ്തിട്ടുള്ളത് എന്താണ്? ഇതിൻ്റെ ബേസാണ് അല്ലേ, ബേസാണ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ എന്ത്? പെർപെൻഡിക്കുലർ അല്ലേ, അല്ലെങ്കിൽ ലംബം അല്ലേ. നമ്മളിങ്ങനെയല്ലേ പറയാം. അപ്പോൾ ഇത് മൂന്നും വെച്ചിട്ട് നമുക്കൊരു കണക്ഷൻ അറിയാം. ഒരു ട്രയാങ്കിൾ മട്ടത്രികോണാണെങ്കിൽ ഓക്കെ, നമുക്ക് ഇത് മൂന്നും, നമ്മുടെ 3 സൈഡും തമ്മിലുള്ള റിലേഷൻ ഉണ്ട് അല്ലേ. പൈതഗോറസ് അറിയാലോ, പൈതഗോറസ് സിദ്ധാന്തം. എന്തായിരുന്നു പൈതഗോറസ് സിദ്ധാന്തം? നമ്മുടെ കർണം അല്ലേ, കർണം ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ കർണം സ്ക്വയർ ഇസ് ഈക്വൽ ടു ലംബം സ്ക്വയർ പ്ലസ് പാദം സ്ക്വയർ അല്ലേ. ഇത് പാദമാണ്, ബേസ് കേട്ടോ, പാദം സ്ക്വയർ. ഇതായിരുന്നു നമ്മുടെ ഇക്വേഷൻ അല്ലേ. അപ്പം നമുക്ക് 2 സൈഡ് തന്നിട്ടുണ്ട്. അപ്പം നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? ഈ സൈഡാണോ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? മൂന്നാമത്തെ സൈഡിൻ്റെ നിങ്ങളാണോ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? അല്ല അല്ലേ. ഈ ട്രയാങ്കിൾ ABC-യുടെ പരപ്പളവ് എത്ര എന്നാണ് ചോദിച്ചത് അല്ലേ. അപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ, എന്താ ഏരിയ കാണാനുള്ള ഇക്വേഷൻ? ½ ഇൻറ്റു B ഇൻറ്റു H ആണ് അല്ലേ. എന്താ ബിയും എച്ചും എന്താണ്? ബി എന്ന് പറഞ്ഞാൽ ബേസ്, H എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈറ്റ് അല്ലേ. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ ½ ഇൻറ്റു എന്താണ്? പാദം ഇൻറ്റു ഹൈറ്റ് അല്ലേ, ഉയരം. ഇതാണ് നമ്മുടെ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ. അപ്പം നമ്മൾ ട്രയാങ്കിളിലോട്ട് നോക്കുക അല്ലേ. ഇവിടെ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? നമുക്ക് പാദത്തിൻ്റെ നീളം അല്ലേ, ½ ഇൻറ്റു പാദം ഇൻറ്റു ഉയരം കണ്ടുപിടിക്കണം അല്ലേ. അല്ലെ പാദത്തിൻ്റെ എത്ര സെൻറ്റിമീറ്ററാണ് തന്നിട്ടുണ്ട്? അത് എത്രയാണ്? 5 സെൻറ്റിമീറ്ററാണ് അല്ലേ, ½ ഇൻറ്റു 5. പക്ഷെ ഉയരം തന്നിട്ടുണ്ടോ? ഇല്ല. ഉയരം എന്താണ്? ഈ AB എന്ന് പറഞ്ഞ നീളമാണ് നമ്മുടെ ഉയരം അല്ലേ. അതായത് ഈ ലംബവശത്തിൻ്റെ നീളമാണ് നമ്മുടെ ഉയരം. അപ്പോൾ നമുക്ക് ഉയരം കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെ ഉയരം കണ്ടുപിടിക്കുക? അത് നമ്മുടെ നേരത്തെ പൈതഗോറസ് സിദ്ധാന്തത്തിലേക്ക് വരിക. അപ്പം നമുക്ക് ഉയരം കിട്ടും. എങ്ങനെ ഉയരം കിട്ടുക? അല്ലെങ്കിൽ ഇവിടെ ഉയരം എന്ന് പറഞ്ഞാൽ ലംബമാണ് അല്ലേ. ലംബം സിക്കട്ടും എങ്ങനെയാണ്? കർണം സ്ക്വയർ. നമ്മൾ ഈ ഇക്വേഷൻ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ അല്ലേ. കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ അല്ലേ. അതാണ് നമ്മളെ ഈ AB എന്ന് പറഞ്ഞിട്ടുള്ളതിൻ്റെ നീളം. അപ്പോൾ നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. നമുക്ക് ഈ സൈഡിൽ കണ്ടുപിടിക്കാം കേട്ടോ. അപ്പോൾ ലംബം അല്ലെങ്കിൽ BA എന്ന് പറഞ്ഞ സൈഡ് അല്ലെങ്കിൽ AB എന്ന് പറഞ്ഞ സൈഡിൻ്റെ നീളം അല്ലേ, സീക്കട്ടു എത്രയായിരിക്കും വരിക? കർണത്തിൻ്റെ സ്ക്വയർ അല്ലേ, 13 സ്ക്വയർ. ഓക്കെ, മൈനസ് പാദം എത്രയാണ്? 5 അല്ലേ, 5ൻ്റെ സ്ക്വയർ അല്ലേ. ഓക്കെ, AB സ്ക്വയർ ആണ്. ദെൻ എന്ത് വരും? 13 സ്ക്വയർ 169 അല്ലേ, ഡിവൈഡ് ബൈ 125 അല്ലേ. സീക്രട്ട് എന്ത് വരും? 144 വരും അല്ലേ. അപ്പോൾ AB സ്ക്വയർ എന്ത് വരും? 144 വരും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ AB നമുക്ക് കിട്ടേണ്ട ഉയരം എത്രയാണ്? √144. എത്രയാണ് 144ൻ്റെ റൂട്ട്? 12 ആണ് അല്ലേ. അപ്പോൾ 12 ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുക. എന്തിൻ്റെ? നമ്മുടെ AB എന്ന് പറയുന്നതിൻ്റെ സൈഡിൻ്റെ നീളം നമുക്ക് എത്ര കിട്ടും? 12 ആയിട്ടായിരിക്കും കിട്ടുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇത് അവിടെ നമ്മുടെ 12 കൊടുക്കാം. നമുക്ക് കിട്ടിയ ആൻസർ 12 കൊടുക്കാം. ഇനി ഈസിയാണ്. എന്താണ്? 2 നമ്മുടെ 12 കട്ട് ചെയ്തു. അപ്പോൾ എന്ത് കിട്ടും? അപ്പോൾ ഇവിടെ 6 അല്ലേ, 6. ഇനി 6 × 5 എത്രയാണ്? = 30. അപ്പോൾ 30 നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടോ നോക്കിയേ. 30 ചതുരശ്ര സെൻറ്റിമീറ്റർ കണ്ടോ? ഓപ്ഷൻ B ആണ് നമുക്ക് ആൻസർ. ഓക്കെ, ഈസി അല്ലേ? ഈസിയാണ്, ക്ലിയർ ആണ്. ജസ്റ്റ് ഒന്നും കൂടി നമുക്ക് പറഞ്ഞു നോക്കാം. ഓക്കെ,
നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യനിൽ ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട് അല്ലേ. ട്രയാങ്കിളിൻ്റെ ഒരു കർണത്തിൻ്റെ അളവും അതുപോലെ തന്നെ പാദത്തിൻ്റെ അളവും തന്നിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്? അതിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പം നമുക്ക് ആദ്യം തന്നെ നമുക്കറിയാം പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ. ഓക്കെ, ഓക്കെ. ഏരിയ എത്രയാണ്? ഏരിയ എന്താണ് വരിക? ഏരിയ ഈസ് ഈക്വൽ ടു ട്രയാങ്കിളിൻ്റെ ഏരിയ എന്താണ് വരിക? ഹാഫ് ഇൻറ്റു ബി എച്ച് അല്ലേ, അല്ലെങ്കിൽ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഉയരം, അതാണ് വരിക അല്ലേ. അപ്പം നമുക്കിവിടെ ബി തന്നിട്ടുണ്ട്, എച്ച് കണ്ടുപിടിക്കണം അല്ലേ. എച്ച് എങ്ങനെ കണ്ടുപിടിക്കും? എച്ച് ഈസ് ഈക്വൽ ടു 3 ആണ്. 30 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ അല്ലേ. ഈ 30 5 ഒക്കെ എവിടെ നിന്ന് വന്നു? നമുക്കറിയാം ഈ സൈഡിൻ്റെ 5 സ്ക്വയർ ആൻഡ് ഇത് 30. അപ്പോൾ നമ്മൾ പൈതഗോറസ് സിദ്ധാന്തം വെച്ചിട്ട് നമുക്ക് ആ സൈഡ് എച്ച് കിട്ടും അല്ലേ. അതെത്ര കിട്ടി നമുക്ക്? 30 സ്ക്വയർ. ഓക്കെ, റൂട്ട് ഓഫ് 14480 അല്ലേ. ഇസ് ഈക്വൽ ടു എത്രയാ? ഇതെത്രയാ? ഇസ് ഈക്വൽ ടു 12. നമുക്ക് എച്ച് 12 കിട്ടി. ദെൻ നമ്മളെ ഏരിയ ഇനി ഇങ്ങനെ കണ്ടുപിടിക്കാം. ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബി എത്രയാ? ബേസ് എത്രയാ? ബേസ് 5 ആണ് അല്ലേ. ദെൻ 12 നമുക്ക് 6 കിട്ടും. 30 ചതുരശ്ര സെൻറ്റിമീറ്റർ അല്ലേ. നമ്മുടെ യൂണിറ്റും നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ആൻസറിൽ എത്താമല്ലോ അല്ലേ. അപ്പം ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വരും. അപ്പം നമ്മുടെ പൈതഗോറസ് സിദ്ധാന്തവും അതുപോലെ ഇതുപോലത്തെ ട്രയാങ്കിൾസ്, സ്ക്വയർ, ലംബം, ഇങ്ങനെയുള്ളതിൻ്റെയൊക്കെ ഇക്വേഷൻസ്, ഏരിയ കാണാനുള്ള ഒക്കെ ഇക്വേഷൻസ്, ചുറ്റളവ് കാണാനുള്ള ഇക്വേഷൻസ് ഒക്കെ പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ക്ലോക്കിൻ്റെ സമയം. ഓക്കെ, ഇനി ക്ലോക്ക് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഒരു ക്ലോക്കിൻ്റെ സമയം 3 മണി ആകുമ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുണ്ടാകുന്ന കോൺ എത്രയാണ് അല്ലേ. അപ്പോൾ ഇതൊരു സിമ്പിളാണ്, നമുക്ക് ആലോചിച്ചാൽ തന്നെ കിട്ടും. ഓക്കെ, പക്ഷെ ഇവിടെ നമുക്ക് ചിലപ്പം 10 മണി 30 മിനിറ്റ്. ഓക്കെ, ഇതിൻ്റെ ഇടയിൽ മിനിറ്റ് സൂചിയും നമ്മുടെ മണിക്കൂർ സൂചിയും തമ്മിലുള്ള അതുപോലെ തമ്മിലുണ്ടാകുന്ന കോൺ എത്രയാണെന്നൊക്കെ ചോദിക്കും. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, അതൊന്ന് ഓർത്ത് വെക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലത്തെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഇക്വേഷൻ എഴുതാം. എങ്ങനെയാണ്? ഒരു ക്ലോക്കിൻ്റെ മിനിറ്റ് സൂചിയും അതുപോലെ മണിക്കൂർ സൂചിയും തമ്മിലെ കോൺ എന്നാണ് കേട്ടോ. കോൺ അളവ് അത് കാണാനുള്ള ഇക്വേഷനാണ് ഞാനിവിടെ എഴുതിയോ. ഓക്കെ, 30 ഹവർ മൈനസ് 11/2 ഇൻറ്റു എം. ഓക്കെ, അതായത് 30 ഇൻറ്റു എച്ച്. എച്ച് എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂറാണ് ഇതിൽ. അപ്പോൾ 10:30 ആണെങ്കിൽ 10, അതാണ് ഹവർ അവിടെ വരിക. ഇനി മിനിറ്റ്, ഈ എം എന്ന് പറഞ്ഞാൽ മിനിറ്റാണ്. ഇത് മിനിറ്റ്, ഇത് ഹവർ. ഓക്കെ, അപ്പം എത്ര മിനിറ്റ്? അപ്പോൾ 10:30 എന്ന് പറയുമ്പോൾ ഇവിടെ ഹവറിൻ്റെ അവിടെ എന്ത് വരും? 10. 30 ഇൻറ്റു 10 മൈനസ് 11/2 മിനിറ്റ് അവിടെ വരും. അവിടെ വീണ്ടും 30 വരും അല്ലേ. അങ്ങനെയാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പം നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനും നമുക്ക് ഇത് വെച്ചൊന്ന് ചെയ്ത് നോക്കാം. നമുക്ക് എന്താ ആൻസർ കിട്ടാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ എത്രയാണ്? 3 മണിയാണെന്നാണ് പറഞ്ഞത് അല്ലേ. 3 മണിയും ആവുമ്പം നമ്മുടെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് അല്ലേ, ഉണ്ടാക്കുന്ന കോണളവ് എത്രയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ നോക്കാം. 30 ഇൻറ്റു ഹവർ. ഇവിടെ ഹവർ എത്രയാ? 3 മണിക്കൂറാണ്. 3 മണി പറയുമ്പം ഹവർ 3 അല്ലേ. അപ്പോൾ 30 ഇൻറ്റു ഹവർ 3 അല്ലേ, മൈനസ് 11/2 ഇൻറ്റു മിനിറ്റ്. ഇവിടെ മിനിറ്റ് ഉണ്ടോ? ഇല്ല, 3 മണിയാണ് അല്ലേ. അവിടെ മിനിറ്റ് ഉണ്ടോ? മിനിറ്റ് 0 അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള ടേം എഴുതണോ? വേണമെങ്കിൽ എഴുതാം. ഇൻറ്റു 0, അത് 0 ആയി പോവും. എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് 3 മണീൻ്റെ കേസ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ 4 മണി അങ്ങനെയൊക്കെ വരുമ്പോഴുള്ള കേസ് ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടും?
എന്താണ് ആൻസർ കിട്ടുക? 90. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ആൻസർ കിട്ടിയത് 90 ആണ് അല്ലേ? അപ്പോൾ ഓപ്ഷനിൽ 90 ഡിഗ്രി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഇക്വേഷൻ 30 ഹവർ മൈനസ് 11/2 മിനിറ്റ് അത് നമ്മളൊന്ന് ഓർത്ത് വെക്കുക. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പം ഓക്കെ ഒരു 10:30 ആണ് സമയം തന്നതെന്ന് വിചാരിക്കുക. 10:30 അങ്ങനെയാകുമ്പോൾ നമ്മൾ 30 ഇൻറ്റു ഹവറിൻ്റെ അവിടെ എന്താ കൊടുക്കേണ്ടത്? 10 ആണ് കൊടുക്കേണ്ടത് അല്ലേ? ദെൻ മൈനസ് ഞാൻ സ്ഥലമില്ലാത്തതും താഴെ ഇതാണ് കേട്ടോ. 11/2 ഇൻറ്റു അവിടെ എത്രയാണ് കൊടുക്കേണ്ടത്? എത്രയാണ് കൊടുക്കേണ്ടത്? 30 ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പം അതൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, ദെൻ അപ്പം ക്ലോക്കിൻ്റെ ഈ ഒരു ഇക്വേഷനാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ അത് വെച്ചിട്ട് നമുക്ക് ഇതുപോലത്തെ എല്ലാ പ്രോബ്ലംസും അറ്റൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അവിടെ ഹവർ എന്താ കൊടുക്കേണ്ടത്, മിനിറ്റ് എന്താ കൊടുക്കേണ്ടത് എന്നൊക്കെ ഓർത്ത് വെക്കുക. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. ഇപ്പോൾ എത്രാമത്തെ ക്വസ്റ്റ്യനാണ്? നമ്മൾ 4ാമത്തെ ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ.